ഹായ്, നമസ്കാരം. ഇന്ന് നമ്മളുടെ ക്രോഷ്യ ക്ലാസ്സിൻ്റെ 4ാമത്തെ ട്യൂട്ടോറിയലാണ്. നമ്മൾ ചെയിൻ, സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ 3 പഠിച്ചത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യയാണ്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന 2 കളറുള്ള പ്രോജക്റ്റായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ കളർ ചേഞ്ച് ചെയ്യുന്നത് പഠിച്ചായിരുന്നു. നമ്മൾ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടായിരിക്കുമ്പോൾ പുതിയ നൂല് ഇൻസേർട്ട് ചെയ്ത് ഒരു ചെയിൻ എടുക്കുക, ടേൺ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത കണക്ക് ഒരു യാൺ ഓവർ ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യണം, ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് വീണ്ടും യാൺ ഓവർ, പുൾ ത്രൂ. ഇപ്പോൾ നമ്മുടെ ഹൂക്കിൽ 3 ലൂപ്പുണ്ട്. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൽ കൂടെ മാത്രം എടുക്കണം. എടുക്കുമ്പോൾ നമ്മുടെ ലൂപ്പിൽ വീണ്ടും 2 ലൂപ്പ് ഉണ്ടായിരിക്കും. നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടായിരിക്കും. വീണ്ടും യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പം നേരത്തെ നമ്മൾ ഒരു ചെയിൻ എടുത്തിട്ടാണ് ടേൺ ചെയ്തത്. നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പം രണ്ട് ചെയിൻ കൊടുത്തിട്ട് ടേൺ ചെയ്ത്, ഇപ്പം ഇത് ഒരു ഡബിൾ ക്രോഷ്യ പോലെയാണ് നിൽക്കുന്നത്. ഡബിൾ ക്രോഷ്യക്ക് ഇച്ചിരി ലെങ്ത്ത് കൂടുതലായിരിക്കും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ചെയിൻ എടുക്കുന്നത്. യാൺ ഓവർ, ഇൻസേർട്ട്, യാൺ ഓവർ, പുൾ, 3 ലൂപ്പുണ്ട്, യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്പ്, യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്പ്. ഇതാണ് ഡബിൾ ക്രോഷ്യ. യാൺ ഓവർ, ഇൻസേർട്ട് ഹുക്ക്, യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്പ്, യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്പ്. ഡബിൾ ക്രോഷ്യ. യാൺ ഓവർ, insert hook, pull through, yarn over, pull through 2 loop, yarn over, pull through 2 loop.
ലാസ്റ്റ് സ്റ്റിച്ച്. ഈ ലാസ്റ്റ് സ്റ്റിച്ചായിരുന്നു. ഇതാണ് ഡബിൾ ക്രോഷ്യ. തുടങ്ങുന്നത് ചെയിൻ 2 വെച്ച് ടേൺ, yarn over, pull through, yarn over, pull through 2 loop, yarn over, pull through 2 loop. രണ്ട് സ്റ്റെപ്പ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡബിൾ ക്രോഷ്യയുടെ ഗ്യാപ്പ് കണ്ടോ? സിംഗിൾ ക്രോഷ്യയ്ക്കും ഹാഫ് ഡബിൾ ക്രോഷ്യയ്ക്കും അത്രയും ഗ്യാപ്പ് വരത്തില്ല. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രബിൾ ക്രോഷ്യയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.